ആ അത്ഭുത യാത്രക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ശാരീരികമായും മാനസികമായും ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫുരിജ സഖഫി വഅന ബിമക്ക, ഞാൻ മക്കയിലായിരുന്ന സമയത്ത് എൻ്റെ മേൽക്കൂര പിളർത്തപ്പെടുകയുണ്ടായി. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം, അതിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. വഫുരിജ സുദ്രി, എൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടു. സുമ്മ ഗസലഹു ബിമാഇ സംസം, സംസം കൊണ്ട് എൻ്റെ ഹൃദയത്തെ കഴുകി വൃത്തിയാക്കി. സുമ്മ ജാഅ ബിതസ്ബിൻ മിൻ ദഹബ്, ഒരു സ്വർണ്ണത്തളിക കൊണ്ടുവരപ്പെട്ടു. മുംതലിഇം ഹിക്മതൻ വഈമാന, വിശ്വാസവും വിജ്ഞാനവും നിറച്ച ഒരു സ്വർണ്ണത്തളിക കൊണ്ടുവരപ്പെട്ടു. ഫഅഫറഗ ഫി സുദ്രി, അതിൻ്റെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു. സുമ്മ അത്ബഖഹു, പിന്നെ എൻ്റെ ഹൃദയം ആദ്യ രൂപത്തിലേക്ക് തന്നെയാക്കി. സുമ്മ അഖദ ബിയദി, പിന്നെ എൻ്റെ കൈയും പിടിച്ച്. ഫഅറജ ഇല സമാഇ ദുനിയ, പിന്നീടാണ് ആ യാത്ര തുടങ്ങിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാൻ ഒരു വാഹനം കൊണ്ടുവരപ്പെട്ടു. അൽ ബുറാഖ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു വാഹനം, കണ്ണെത്തുന്നിടത്തേക്ക് കാലെത്തുന്ന വേഗതയിൽ പോകുന്ന കോവർ കഴുതയുടെ വലുപ്പത്തിന് താഴെ സാധാ കഴുതയുടെ വലുപ്പത്തിന് മുകളിലുള്ള ഒരു ജീവിയെ, ഒരു വാഹനത്തെ കൊണ്ടുവരപ്പെട്ടു എന്നാണ്. ഒരു വെളുത്ത മൃഗത്തെ കൊണ്ടുവരപ്പെട്ടു. ദൂനൽ ബഗ്ലി വഫൗകൽ ഹിമാരി അൽ ബുറാഖ്, അതായിരുന്നു അൽ ബുറാഖ്. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും ബുറാഖ് എന്നൊക്കെ പറഞ്ഞ് ചുമരുകളിലും മറ്റും ഫോട്ടോ പതിക്കുന്ന രൂപം, അത് ബുറാഖ് എന്നതിന് തെളിവുമില്ല. അങ്ങനത്തെ പ്രദർശനം അത് ഇസ്ലാമികവുമല്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. നബിമാർ തങ്ങളുടെ മൃഗങ്ങൾ ബന്ധിക്കുന്ന ഒരു കൊളുത്തിൽ ബുറാക്കിനെ ബന്ധിക്കുകയാണ്. ശേഷം പള്ളിയിൽ പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിക്കുന്നു. വന്ന മുഴുവൻ പ്രവാചകന്മാരും മഅ്മൂമുകളായി പ്രവാചകന്റെ പിന്നിൽ അണിനിരക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് മദ്യത്തിൻ്റെയും പാലിൻ്റെയും 2 പാത്രങ്ങൾ കൊണ്ടുവരപ്പെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നപ്പോൾ ഫനദറ ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കി. ഫഅഖദ ലബൻ, പാലിൻ്റെ പാത്രം പ്രവാചകൻ സ്വീകരിച്ചു. ഖാല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദി ഹദാക ലിൽ ഫിത്ര, ഈ പരിശുദ്ധ മതത്തിലേക്ക്, ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് താങ്കളുടെ മനസ്സിന് മാർഗദർശനം നൽകിയ അല്ലാഹു അവനാകുന്നു സർവ്വസ്തുതിയും എന്ന് പറയുകയും, ലൗ അഖത്തൽ ഖംറ ഗവത് ഉമ്മതുക്, താങ്കളെങ്ങാനും കള്ളായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ താങ്കളുടെ ഉമ്മത്ത് വഴിപിഴച്ചു പോകുമായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പറയുകയും ചെയ്യുകയാണ്. ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. പിന്നീട് മിഅ്റാജ്, ആകാശത്തേക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരു കോണി കൊണ്ടുവരപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിനെ സംബന്ധിച്ച് സൂറത്തുൻ നജ്മിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹ് പറയുകയാണ്, മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ നുഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ. അല്ലാഹ് പറയാണ്, മാ കദബൽ ഫുആദു മാ റആ, അദ്ദേഹം കണ്ട ആ കാഴ്ച ഹൃദയം നിഷേധിച്ചിട്ടില്ല. പ്രവാചകൻ ബോധപൂർവം കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാകുന്നു അത്, ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ കാഴ്ചയാകുന്നു അത്. അഫതുമാറൂനഹു അലാ മാ യറാ, പ്രവാചകൻ കണ്ട ആ കാഴ്ചയെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തർക്കിക്കുകയാണോ? നിങ്ങളതിനെ നിഷേധിക്കുകയാണോ? നിങ്ങളതിനെ എതിർക്കുകയാണോ? വലഖദ് റആഹു നസ്ലതൻ നുഖ്റാ, മറ്റൊരു ഇറക്കത്തിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പ്രവാചകൻ കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തിൽ മുൻതഹാ, അങ്ങേയറ്റത്തുള്ള ഇലന്ത മരത്തിൻ്റെ അടുത്ത് വെച്ച് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ഇലന്ത മരത്തെ ആവരണം ചെയ്തതൊക്കെ ആവരണം ചെയ്ത സന്ദർഭം. മാസാഖൽ ബസറു വമാ തുഗാ, പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അതിക്രമം സംഭവിച്ചിട്ടില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, തൻ്റെ രക്ഷിതാവിൻ്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാണുകയുണ്ടായി. ആ മിഅ്റാജിൽ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ കാണുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫൻതുലഖ ബി ജിബ്രീലു, അങ്ങനെ ജിബ്രീൽ എന്നെയും കൊണ്ടുപോയി ഹത്താ അത്തസ്സമാ അദ്ദുനിയ, ആദ്യത്തെ ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് എത്തുന്നതുവരെ കൊണ്ടുപോയി. അവിടെ വെച്ച് കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടു. ഫമൻ ഹാദാ, ഇത് ആരാണ് എന്ന് ചോദിച്ചു. ജിബ്രീലാണെന്ന് പറഞ്ഞു. വമൻ മഅക്, താങ്കളുടെ കൂടെ ആരാണെന്ന് ചോദിച്ചു. മുഹമ്മദാണെന്ന് പറഞ്ഞു. പ്രവാചകനായി ഇപ്പോൾ നിയോഗിക്കപ്പെട്ട മുഹമ്മദോ എന്ന് ചോദിക്കപ്പെട്ടു. അതേ എന്ന് പറഞ്ഞു. വാതിൽ തുറക്കപ്പെട്ടു. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതാ അവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നത് ഫഇദാ ഫീഹാ ആദം, ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഹാദാ അബൂക ആദം, ഇത് താങ്കളുടെ ഉപ്പ ആദമാണ്. ഫസല്ലിം അലൈഹി, അദ്ദേഹത്തോട് സലാം പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയോട് സലാം പറഞ്ഞു. ആദം അലൈഹിസ്സലാം സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യി സ്വാലിഹ്, എൻ്റെ നല്ല മോനെ, നല്ല പ്രവാചകനെ എന്ന് പറഞ്ഞുകൊണ്ട്
ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അഭിസംബോധന ചെയ്തു എന്നാണ്. സുമ്മ സഅദ ബി ഹത്താ അതസ്സമ അസ്സാനിയ, പിന്നീട് രണ്ടാം ആകാശത്തേക്ക് കയറിപ്പോവുകയാണ്. അവിടെയും വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആരാണെന്ന് ചോദിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു. കൂടെ ആരെന്ന് ചോദിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അവസാനം അവിടേക്ക് കയറി ചെന്നപ്പോഴതാ ഇതാ യഹ്യാ വ ഈസ, യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും ആ രണ്ടാം ആകാശത്തുണ്ട്. ആ സമയത്ത് സലാം പറയുകയും സലാം മടക്കുകയും മർഹം ബിൽ അഖി സ്വാലിഹ് വ നബിയ്യ സ്വാലിഹ്, ഏറ്റവും നല്ല സഹോദര, നല്ല പ്രവാചക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരെ അഭിസംബോധന ചെയ്തു എന്നാണ്. സുമ്മ സഅദ ബി ഇല സമാഇ സാലിസ, പിന്നീട് മൂന്നാം ആകാശത്തേക്ക് കയറിപ്പോവുകയുണ്ടായി. അവിടെയും ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു. അവിടെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഫലമ്മ ഖലസ്തു ഇദാ യൂസുഫ് അലൈഹിസ്സലാം, അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയും എന്നെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തു എന്ന് പ്രവാചകൻ അറിയിക്കുകയാണ്. സുമ്മ സഅദ ബി ഹത്താ അതസ്സമാ അർറാബിഅ, പിന്നീട് നാലാം ആകാശത്തേക്ക് എന്നെ കൊണ്ടുപോവുകയുണ്ടായി. അവിടെയും നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഹാദാ ഹാറൂൻ അലൈഹിസ്സലാം, അവിടെ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ സലാം പറഞ്ഞു, സലാം മടക്കി എന്നെ അഖ് സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തു. പിന്നീട് സുമ്മ സഅദ ബി ഹത്താ അതസ്സമാ അസ്സാദിസ, ആറാം ആകാശത്തേക്ക് കയറി എന്നെ കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ്. പിന്നീട് ഏഴാം ആകാശത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് എനിക്ക് കാണാൻ സാധിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിന്റെ കുറെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്വർഗത്തിൽ ചെടി നടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിന്റെ ഉമ്മത്തിലെ ഓരോരുത്തരോടും പറയാൻ പഠിപ്പിക്കണം പ്രവാചകരെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് എന്നെ പഠിപ്പിക്കുകയുണ്ടായി. സുമ്മ റുഫിഅത് ലി സിദ്റത്തുൽ മുൻതഹ, പിന്നീട് സിദ്റത്തുൽ മുൻതഹയാണ് എൻ്റെ മുന്നിൽ കാണിക്കപ്പെട്ടത്. അവിടെ ആനകളുടെ ചെവി പോലെ അതിൻ്റെ ഇലകളും അതിൻ്റെ കായ്കളും എനിക്ക് കാണാൻ സാധിച്ചു. പിന്നീട് വീണ്ടും എൻ്റെ മുന്നിൽ സുമ്മ ഉതീതു ബി ഇനാഇൻ മിൻ ഖംർ വ ഇനാഇൻ മിൻ ലബൻ വ ഇനാഇൻ മിൻ അസൽ, തേനിൻ്റെയും മദ്യത്തിൻ്റെയും പാലിൻ്റെയും ഓരോ പാത്രങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ഞാൻ അവിടെയും തെരഞ്ഞെടുത്തത് പാലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ആകാശ ലോകത്ത് ഒരു ദിവസം മലക്കുകൾ 70,000 കയറിപ്പോയി. കയറിയവരൊരിക്കലും പിന്നീട് തിരിച്ചു വരാത്ത വിധം മലക്കുകളുടെ എണ്ണപ്പെരുപ്പം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ആ ഒരു രംഗം എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് പ്രവാചകന് കിട്ടിയ ചില സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഫഉഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ, പ്രവാചകന് 3 സമ്മാനങ്ങളാണ് പ്രധാനമായും നൽകപ്പെട്ടത്. 1, 5 നേരത്തെ നമസ്കാരങ്ങൾ. 2, ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. 3, ഈ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാതെ മരണപ്പെടുന്നവർക്ക് മറ്റു പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്ന സന്തോഷ വാർത്ത. ഇത് 3ഉം എനിക്ക് നൽകപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ചില ശിക്ഷകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് രാത്രിയിൽ കാണുകയുണ്ടായി. റസൂലുള്ളാഹി പറയുകയാണ്, ലമ്മാ ഉരിജ ബി, എന്നെയും കൊണ്ട് മിഅ്റാജ് പോയ രാത്രിയിൽ മറർതു ബി ഖൗം, ഒരു വിഭാഗത്തിനടുക്കലൂടെ ഞാൻ നടന്നുപോയി. ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിന്റെ നഖങ്ങളാണ്. യഖ്മിശൂന വുജൂഹും വസുദൂറഹും, ആ നഖങ്ങളെ കൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ മാറുകളും അവരിങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ഓ ജിബ്രീൽ, ഇവർ ആരാണ്, എന്തിനാണ് സ്വന്തം മാറും മുഖവും വലിച്ചു കീറുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഉന ഫീ അറാളിഹിം, ഓ പ്രവാചകരെ, ഇത് താങ്കളുടെ ഉമ്മത്തിലെ മനുഷ്യരുടെ പച്ചമാംസം തിന്നവരാണ്, കുറ്റവും കുറവും പറഞ്ഞവരാണ്, അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരാണ്, ഗീബത്ത് പറഞ്ഞവരാണ്, നമീമത്ത് പറഞ്ഞവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളിൽ നമുക്ക് നൽകുന്ന ഏതാനും ചില സന്ദേശങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. 1, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ പരിഗണിക്കും എന്നതാണ്. അള്ളാഹു അവന് സമാധാനവും ആശ്വാസവും നൽകും എന്നതാണ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠമെങ്കിൽ, രണ്ടാമത്തേത് യഥാർത്ഥ വിശ്വാസികളെയും കപടവിശ്വാസികളെയും വേർതിരിച്ചറിയാനുള്ള ഒരു സംഭവമായിരുന്നു ഇത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുകയാണ്. എല്ലാവരും ഭ്രാന്തനെന്ന് പറയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം അവിടേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ ചെന്ന് ആളുകൾ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത്, അവഖാല ദാലിക്, എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? ഖാലു, അവർ പറഞ്ഞു, നഅം, പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ലഇൻ കാന ഖാല ദാലിക് ലഖദ് സദഖ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ്, അത് സത്യമാണ്, ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു.
അവർ വീണ്ടും ചോദിച്ചു, അഫതുസദ്ദിഖുഹു അന്നഹു ദഹബ ലൈലത ഇല ബൈത്തുൽ മുഖദ്ദസ്, ഒറ്റ രാത്രി കൊണ്ട് അവിടെ പോയി വന്നു എന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വജാ ഖബ്ല യുസ്ബിഹ്, നേരം പുലരും മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്ത് പോയി തിരിച്ചു വന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദ മിൻ ദാലിക്, അതിലും വിദൂരമായതുപോലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉസദ്ദിഖുഹു ബിഖബരിസ് സമാ ഫീ ഗുദുവത്തിൻ ഔ റൗഹ, രാവിലെയും വൈകുന്നേരവും ഏഴാനാകാശത്തിനപ്പുറത്ത് നിന്ന് വഹി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്സുദ്ദീഖ് എന്ന പേരിന് ഉടമയായി മാറുകയാണ്. സഹോദരങ്ങളെ, ഈ ഇസ്രാഉ മിഅ്റാജ് നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം ചില പ്രത്യേക കലിമത്തുകളുടെ മഹത്വമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ 4 കലിമത്തുകളുടെ മഹത്വം അവിടെ വെച്ച് പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ മഹത്വം എത്രയാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. അവിടെ വെച്ചാണ് 5 നേരത്തെ നമസ്കാരം ഈ ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുടെ മഹത്വം ഇസ്രാഉ മിഅ്റാജും നമ്മെ അറിയിക്കുന്നുണ്ട്. തൗഹീദിന്റെ മഹത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള എൻ്റെ അടിമകൾക്ക് മറ്റു പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ തൗഹീദിന്റെ മഹത്വം ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട്. അഭിമാനത്തിന് ഇസ്ലാം എത്ര വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ഈ സംഭവം നമ്മെ അറിയിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട് പോരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോരുന്ന സമയത്ത് പ്രത്യേകം ഒരു വിളിച്ചു പറയുകയാണ്, അംലൈതു ഫരീലത്തി വഖഫഫ്തു അൻ ഇബാദി, ഇത് ഇനി മുതൽ ഈ ഉമ്മത്തിന് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. അത് എൻ്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് വളരെ എളുപ്പമായി നിർവഹിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, സത്യല്ലേ? നമസ്കാരം 5 നേരം പള്ളിയിൽ കൃത്യമായി വരുന്നവരോട് നിങ്ങൾക്കിതൊരു ഭാരമാണോ എന്ന് ചോദിച്ചു നോക്കൂ. എന്തു ഭാരം? ഇതൊക്കെ ഒരു റാഹത്തല്ലേ, ഇതൊരു സമാധാനമല്ലേ എന്ന് പറയുന്നവരാണെങ്കിൽ സാധാരണ പള്ളിയിൽ എത്താത്തവരോട് 5 നേരം എന്തുകൊണ്ടാണ് പള്ളിയിൽ എത്താത്തത് എന്ന് ചോദിച്ചു നോക്കൂ. അവർ തടസ്സങ്ങൾ നിരത്തും, അവർ ഭാരങ്ങൾ പറയും, അവർ അവരുടെ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങും. അതെ, അള്ളാഹു ഖഫീഫാക്കി തന്നാൽ, എളുപ്പമാക്കി തന്നാൽ റാഹത്തായി നിർവഹിക്കാവുന്ന ഇബാദത്താണ് നമസ്കാരം എന്ന് ഇസ്രാഉ മിഅ്റാജും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം മുഅ്ജിസത്തുകളൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് സ്വതന്ത്രമായി വിട്ടുകൊടുത്ത കഴിവുകളല്ല. മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരിലൂടെ പ്രകടമാക്കുന്ന മുഅ്ജിസത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് ഒരേപോലെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. ഖുർആനിന്റെ 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 38-ലും 40-ാം അധ്യായം സൂറത്തു ഗാഫിറിന്റെ 78-ലും ഒരേ ആയത്ത് നമുക്ക് കാണാം. വമാ കാന ലിറസൂലിൻ അയഅതി ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, ഒരു പ്രവാചകനും ഒരു ദൃഷ്ടാന്തവും അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ലാതെ കൊണ്ടുവരിക സാധ്യമല്ല, ഇഷ്ടാനുസരണം അത് പ്രകടിപ്പിക്കുക സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, കാര്യങ്ങൾ ഉൾക്കൊള്ളുക, പാഠം ഉൾക്കൊള്ളുക, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഇസ്രാ മിഅ്റാജ് യാത്രയിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഈ 2 മുഅ്ജിസത്തുകളിലുണ്ടായ നാം ഉൾക്കൊള്ളേണ്ടുന്ന സന്ദേശങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ വിഷയത്തിലെ 3 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുന്നവരാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗം പ്രമാണങ്ങളിൽ വന്നവ മുഴുവൻ സ്വീകരിക്കുകയും പ്രമാണങ്ങളിൽ വന്നതിൽ മാത്രം പരിമിതപ്പെടുത്തി മറ്റു വ്യാഖ്യാന ചർച്ചകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, മൂന്നാമത്തെ വിഭാഗം ഇസ്രാഉ മിഅ്റാജുമൊക്കെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ആളുകളാണ്. അതിൻ്റെ പേരിൽ പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളും കൊണ്ടു നടക്കുന്നവർ. അതൊരു വലിയ സംഭവമാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ആഘോഷമാക്കി മിഅ്റാജ് രാവ് എന്ന് പേരിട്ട്, മിഅ്റാജ് നോമ്പ് എന്ന് പേരിട്ട് പ്രത്യേക രൂപത്തിലുള്ള നമസ്കാരവും നോമ്പുമൊക്കെ നിർവഹിക്കുക എന്നത് തികച്ചും ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം റജബിലായാണ് യഥാർത്ഥത്തിൽ മിഅ്റാജ് ഉണ്ടായത് എന്നതിന് പോലും കൃത്യമായ രേഖയില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളിലെ ഒരു അഭിപ്രായം മാത്രമാണ് റജബിലാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് എന്നത്. റബിയുൽ അവ്വലിലാണ് എന്ന അഭിപ്രായമുണ്ട്, മറ്റു മാസങ്ങളിലാണ് എന്ന അഭിപ്രായമുണ്ട്. കൂട്ടത്തിലൊരു അഭിപ്രായം മാത്രമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, റജബിലാണ് ഇസ്രാ മിഅ്റാജ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു രേഖയും വന്നിട്ടില്ല. എന്നിട്ട് റജബിലാണെന്നും അത് റജബ് 27-നാണ് എന്നും അന്ന് പ്രത്യേകം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവന് ഇന്ന കൂലികളുണ്ട് എന്നുമൊക്കെ പറയുന്ന ആളുകൾ, അതിന് രേഖയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം.
ഹാഫിദ് ബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ല ഈ വിഷയങ്ങൾ വിശദമായി ക്രോഡീകരിച്ചുകൊണ്ട് റജബ് 27 ഒരു പ്രത്യേക നോമ്പുണ്ട് എന്ന് പറയുന്നവർക്കുള്ള മറുപടി എന്ന പേരിൽ ഗ്രന്ഥം പോലും ക്രോഡീകരിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ലം യരിദ് ഫി ഫളിൽ ഷഹ്രി റജബ്, റജബ് മാസത്തിന് പ്രത്യേകം ഒരു ഫള് പറയുന്ന ഒന്നും വന്നിട്ടില്ല. വലാ ഫി സിയാമിഹി, അതിലൊരു പ്രത്യേക നോമ്പെടുക്കണമെന്ന് പറയാൻ രേഖയില്ല. വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം നോമ്പെടുക്കണമെന്ന് പറയാൻ രേഖയില്ല. വലാ ഫി ഖിയാമി ലൈലത്തിൻ മഖ്സൂസ, ഒരു പ്രത്യേക രാത്രിയിൽ അന്ന് കൂടുതൽ നമസ്കരിക്കണമെന്നോ അതല്ലെങ്കിൽ പ്രത്യേക നമസ്കാരമുണ്ടോ എന്ന് പറയാൻ ഫീ ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് കൊള്ളുന്ന ഒരു ഹദീസ് പോലും സ്വഹീഹായി വന്നിട്ടില്ല എന്ന് ഹാഫിദ് ബിൻ ഹജർ അസ്കലാനി റഹിമഹുല്ല പറയുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞു, വ അമ്മാ സൗമി റജബിൻ ബിഖുസൂസിഹി, റജബിൽ പ്രത്യേകം ഒരു ദിവസം നോമ്പുണ്ട് എന്ന് പറഞ്ഞ് അനുഷ്ഠിക്കൽ, ഫഹദീസു കുല്ലുഹാ ലഈഫ ബൽ മൗദൂഅ, ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും ദുർബലമാണ്, അല്ല ചിലതൊക്കെ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. എന്താ സഹോദരങ്ങളെ മൗദൂ എന്ന് പറഞ്ഞാൽ? ഹദീസ് മൗദൂആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ കദിബുൽ മുഖ്തലഖുൽ മസ്നൂഉൽ മൻസൂബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കള്ളം പറഞ്ഞ് കെട്ടിച്ചമച്ച് നിർമ്മിച്ചുണ്ടാക്കി പ്രവാചകനിലേക്ക് ചേർത്തി പറയുന്ന ഹദീസുകൾ. അത്തരത്തിലുള്ള ഹദീസുകളിൽ വന്നതാണ് ഇന്ന് സമൂഹം വലിയൊരു ആഘോഷമായി, വലിയൊരു സംഭവമായി, ഒരു ഇബാദത്താണ് എന്ന നിലക്ക് കൊണ്ട് നടക്കുന്നത് എങ്കിൽ അതിലെ പ്രമാണങ്ങളുടെ അവസ്ഥ സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറം, ദീൻ പറയുന്നതിനപ്പുറം, ഇസ്ലാം പഠിപ്പിച്ചതിനപ്പുറം, ഖുർആനിലും ഹദീസിലും വന്നതിനപ്പുറം, സ്വഹാബികൾക്ക് പരിചയമുള്ളതിനപ്പുറം ഒരു ഇബാദത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഗൗരവത്തോടു കൂടി തന്നെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ പ്രവാചകന്റെ പേരിൽ കള്ളം പറയുക എന്നത് നരകത്തിൽ സ്ഥാനമുറപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്നും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും സത്യം ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം യാ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പ്രത്യേകം ഈ പള്ളിയിൽ വരികയും കൃത്യമായി ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് വിധേയരാണ് എന്നറിഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെയും നീ ശിഫയും ശമനവും സൗഖ്യവും നൽകി ആരോഗ്യവും ആയുസ്സും നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.